മെൻ്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് ഇന്ന് തിരൂരിൽ ലഹരിക്കെതിരെ ഡോപ്പമിൻ സമ്മിറ്റ് നടക്കുകയാണ്. വാർ അഗൻസ്റ്റ് 420 എന്നതാണ് പ്രമേയം. ഈ സമയം നമ്മൾ ഡോക്ടർ ഹൈദരാലി കള്ളിയത്ത് നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം ന്യൂറോ സൈക്കാട്രിസ്റ്റാണ്. 30 കൊല്ലത്തിലധികം അനുഭവ സമ്പത്തുള്ള ഡോക്ടറാണ്. ഡോക്ടർ ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. എന്താണ് ഈ 420 കൾച്ചർ? മനസ്സിലായി? ഗുഡ് മോർണിംഗ് സർ. 420 കൾച്ചർ എന്നുള്ളത് ഇപ്പോൾ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. അത് വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ വളർന്ന് പന്തലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അപകടകരമായ ഭീഷണി. നാം അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. യുവസമൂഹത്തിന് ഈ സംസ്കാരത്തെക്കുറിച്ച് വളരെ അറിവും അവർ അഭിമാനവും കൊള്ളുന്നു എന്നുള്ളതാണ് മറ്റൊരു ദുരന്തം. ലോക മാനസികാരോഗ്യ ദിനത്തിൽ മെൻ്റൽ ഹെൽത്ത് ആക്സസ് ഇൻ കാറ്റസ്ട്രോഫി എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. നാം പ്രത്യേകിച്ച് കേരള സമൂഹം നേരിടുന്ന ഒരു ക്രോണിക് കാറ്റസ്ട്രോഫിയാണ് ലഹരി. ലഹരി കൊണ്ട് മുങ്ങിക്കുളിക്കുന്ന ഒരു സമൂഹത്തിൽ ആ വ്യാപനത്തിന് കാരണമാകുന്ന അവരുടെ സംസ്കാരത്തിനെതിരെ പോരാടാനുള്ള ഒരു തീരുമാനമാണ് ഈ 420 കൾച്ചർ എന്നുള്ള വിഷയം ഞങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം. 420 എന്നുള്ളത് ഒരു ചുരുക്കപ്പേരാണ്. കാലിഫോർണിയയിൽ 70കളിൽ കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ പഠന സമയം കഴിഞ്ഞ് ഒത്തുകൂടുമ്പോൾ ആ 4:20 എന്ന സമയത്തെ ഒരു കോഡ് ഭാഷയാക്കി, ഒരു വിളിപ്പേരാക്കി ഉപയോഗിച്ചു. അത് പിന്നീട് ലഹരിയുടെ ഒരു വിളിപ്പേരായി, ലഹരിയുടെ സംസ്കാരത്തിൻ്റെ ഒരു വിളിപ്പേരായി, ലഹരിയിലുണ്ടാകുന്ന ടൂറുകളും DJ പാർട്ടികളും സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു വിളിപ്പേരായി 420 മാറി എന്നുള്ളതാണ്. അതിലേക്ക് നാം പഠിച്ചു പോകുമ്പോൾ, അതിന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. നമ്മിലെ ഓരോ യുവ സമൂഹവും ഈ സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ, ഈ കൾച്ചറിൻ്റെ ഭാഗമാകുമ്പോൾ അവർക്ക് ഇത് ആവേശം കൊള്ളുന്ന, ആനന്ദം കൊള്ളുന്ന ലഹരിയാണ് 420 എന്ന പേര് പോലും. അതുകൊണ്ട് തന്നെ നാം ലഹരിക്കെതിരെ പോരാടുന്നുവെങ്കിൽ ഈ സംസ്കാരത്തെ ഒട്ടും അതിന് വ്യാപിക്കാൻ, നമ്മുടെ സമൂഹത്തിൽ അത് ഇനി പടർന്ന് പന്തലിക്കാൻ നാം അനുവദിച്ചുകൂടാ എന്ന തിരിച്ചറിവാണ് ഈ ഒരു പ്രമേയം കൊണ്ടുവരാൻ ഞങ്ങൾ. ഇന്ന് ഡോപ്പമൈൻ സമ്മിറ്റ് നടക്കുകയാണല്ലോ, അപ്പോൾ തിരൂരിലാണ് നടക്കുന്നതെന്ന് മനസ്സിലായി. എല്ലാ ആശംസകളും. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഇന്ന് എന്തൊക്കെയാണ് പരിപാടിയുടെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? സാർ, ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം മറ്റു സംസ്കാരത്തെ അല്ലെങ്കിൽ മറ്റു സമൂഹത്തിൽ വേരുറക്കുന്ന അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഹേതുവാകുന്ന കാര്യങ്ങളെ ചർച്ചാ വിഷയമാക്കുകയും അതിലേക്ക് അവരെ ആകർഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പ്രതിരോധമായി ഞങ്ങൾ കണ്ട മാർഗം. അത് ദേശഭക്തി അല്ലെങ്കിൽ രാജ്യസ്നേഹം കൊണ്ടുവരിക. ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന രാജ്യസ്നേഹത്തെ വീണ്ടെടുക്കാൻ, ആ രാജ്യസ്നേഹം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് നൽകുന്ന ആവേശം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ സാന്നിധ്യം കൊണ്ട് കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അത് സംഭവിക്കും, അത് സാധ്യമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് രാജ്യസ്നേഹത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് അങ്ങനെയുള്ള ഒരു സമൂഹമാക്കി നമ്മുടെ സമൂഹത്തെ മാറ്റാനാണ് ഇതിനുള്ളൊരു പ്രതിരോധമായിക്കൊണ്ട് ഞങ്ങൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്തായാലും സന്തോഷം. ഇത് ഈ ഡോപ്പമൈൻ സമ്മിറ്റിന് എല്ലാവിധമായ ആശംസകളും, വലിയൊരു വിജയമാകട്ടെ. നമ്മോട് സംസാരിച്ച ഡോക്ടർ ഹൈദരാലി കള്ളിയത്താണ്. ഡോപ്പമൈൻ സമ്മിറ്റ് നടക്കുകയാണ് തിരൂരിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.